പ്രിയരെ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം നമ്മൾ അധികം വീഡിയോ ഒന്നും നമ്മൾ ചെയ്തില്ല. ഒരു 5-8 വീഡിയോ ചെയ്തായിരുന്നു. അത് ജനങ്ങൾ ഹാർദവമായിട്ട് ഏറ്റെടുക്കുകയും വളരെയധികം കമൻറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വളരെയധികം വീഡിയോകൾ ചെയ്യണം എന്ന് തോന്നുന്നു. കാരണം ഈ സമൂഹ മനസാക്ഷിക്ക് യോജിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളല്ല രാഷ്ട്രീയക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് കോൺഗ്രസ് യാതൊരു സപ്പോർട്ടും ഇല്ല. അതുകൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ അകത്താക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ വ്യക്തമായിട്ടുള്ള പ്രീ പ്ലാനിങ്ങോട് കൂടി രാഹുൽ മാങ്കൂട്ടത്തെ അകത്താക്കണം, ആ വ്യക്തിനെ തകർത്ത് കളയണം എന്ന ഒരു ഉദ്ദേശമല്ലാതെ ഇവർക്ക് ഇതിന്റെ പിന്നിൽ വേറെ ഒരു സംഭവമില്ല. ഇന്നലെ തന്നെ രാഹുൽ മാങ്കൂട്ടം ഒരു ടെമ്പിളിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ തൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ആ ഫോട്ടോ ഇട്ട ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ 25,000 ലൈക്കാണ് ആ വ്യക്തിക്ക് കയറി വന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കി എത്രമാത്രം ആ വ്യക്തിയെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഒരു 3ാമത്തെ പീഡന പരാതി, അത് കാനഡയിലുള്ള ഒരു യുവതി, തിരുവല്ലക്കാരിയായ യുവതി പരാതി കൊടുത്തിരിക്കുന്നു എന്നാണ് അറിഞ്ഞത്. ആ പരാതി ഇമെയിൽ വഴിയാണ്. നാളെ തന്നെ ആ സ്ത്രീ ഈ കേരളത്തിലേക്ക് കാലുകുത്തും എന്നാണ് കേട്ടത്. എത്രമാത്രം നീചമായിട്ടുള്ള ഒരു കുറ്റങ്ങളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഈ 3-4 മാസം കാലമായിട്ട് ആ വ്യക്തിയിൽ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീ വിഷയങ്ങളിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ പെടുത്തുന്നത്. നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടത്തെ പോക്സോ കേസിൽ പെടുത്താൻ സാധ്യതയുണ്ടെന്ന്. അതിന് തുല്യമായിട്ടുള്ള കേസുകൾ ഇതിൻ്റെ അകത്ത് DNA സാമ്പിൾ വരെയുടെ ഉണ്ട് എന്നാണ് അവകാശപ്പെടുന്നത്. ഇതെല്ലാം വ്യക്തമായ രാഷ്ട്രീയ ഇടപെടലുകൾക്കായിട്ടാണ് ഈ കേസുകളെല്ലാം ഇവർ വിനിയോഗിക്കുന്നത്. കൃത്യമായിട്ട് ഇപ്പോൾ ഇലക്ഷൻ്റെ സമയമായി 2.5 മാസത്തോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിയമസഭാ ഇലക്ഷനാണ് തന്നെ. ഈ വ്യക്തിനെ ഒരു രീതിയിലും നിയമസഭാ ഇലക്ഷനിൽ മത്സരിപ്പിക്കാനായിട്ട് ഇവർ സമ്മതിക്കത്തില്ല. അതിന് ഒരു മുന്നോടിയായിട്ടാണ് ഈ കള്ളക്കേസുകളിലെല്ലാം ഈ വ്യക്തിനെ പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ അനിവാര്യമാണ്. നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക, ലൈക്ക് അടിക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും കമൻറ്റും അനുസരിച്ചായിരിക്കും നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് വീണ്ടും എത്തുന്നത്. യൂട്യൂബിലൊരു ആൽഗോരിതം ഉണ്ട്. നമ്മൾ ലൈക്ക് അടിക്കുകയും കമൻറ്റ് ചെയ്യുമ്പോൾ അനുസരിച്ച് മറ്റുള്ളവരിലേക്ക് വീണ്ടും വീഡിയോ എത്തും. ഒരു ലൈക്ക് അടിക്കുമ്പോൾ അത് 100 പേരിലേക്ക് എത്തും. ഒരു കമൻറ്റ് ചെയ്യുമ്പോൾ അത് 1000 പേരിലേക്ക് എത്തും. അത് കാരണം വീഡിയോ മാക്സിമം നിങ്ങൾ ലൈക്കും കമൻറ്റും അടിക്കുക. നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ നമുക്ക് ഇഷ്ടപ്പെടാൻ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരനാണ്, 30-35 വയസ്സേ ഉള്ളൂ. നാളെയുടെ ഒരു വാഗ്ദാനമാണ് കേരളത്തിൽ ഇതുപോലെയുള്ള യുവാക്കൾ ഇതുപോലെ ആർജവത്തോടുകൂടി ജനസമക്ഷത്തിൽ ഒരു MLA ആയി, ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഒരു MLA ആയി നാടിന് വേണ്ടിയിട്ട് നാടിന് നന്മകൾ ചെയ്യുക, നാടിന് നല്ല പ്രവൃത്തികൾ ചെയ്യണമെന്നോർത്തുകൊണ്ട് വളരെയധികം ഭവന പദ്ധതികളുമായിട്ടാണ് പാലക്കാട് MLA ആയിട്ട് സാധാരണക്കാരനായിട്ട് പോസ്റ്റർ ഒട്ടിക്കാനും ബാക്കിയുള്ള സപ്പോർട്ടുകൾക്കെല്ലാം ഒരു ജനകീയ നേതാവിനുപരി യാതൊരു യാടയില്ലാതെ ജനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ച ഈ വ്യക്തിനെ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് കള്ളക്കേസാണ്. കള്ളക്കേസിൽ കുടുക്കിയിട്ട് ഈ വ്യക്തിനെ ഉന്മൂലനം ചെയ്യാനുള്ള ഒരു പ്രവർത്തന പദ്ധതികളുമായിട്ടാണ് ഈ കേരള പോലീസ് മുന്നോട്ട് വന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് വെളുപ്പിന് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. KPM റെസിഡൻസി വെച്ചായിരുന്നു പാലക്കാട് വെച്ച് അറസ്റ്റ് ചെയ്തത്. സമൂഹ മനസാക്ഷിക്ക് യോജിക്കാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഇവർ 1 by 1 ആയിട്ട് തുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പ്രായം കുറഞ്ഞ ഒരു 35 വയസ്സുള്ള ചെറുപ്പക്കാരൻ, അതൊരു MLA, നാടിന് വേണ്ടിയിട്ട് പൊതുജന സേവനം ചെയ്യണമെന്ന ഉദ്ദേശത്തിൻ്റെ പുറത്ത് നാടിൻ്റെ നന്മയെ കരുതി നാടിന് വേണ്ടിയിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം, ഭവന പദ്ധതികൾ പോലെയുള്ള പദ്ധതികൾ, അതുപോലെ മറ്റുള്ള രോഗികൾക്ക് മരുന്ന്, ചികിത്സ സഹായം, എല്ലാ വീട്ടമ്മമാരുടെയും കണ്ണിലുണ്ണിയായിട്ടിരിക്കുന്ന ഒരു വ്യക്തിനെ സ്ത്രീ വിഷയത്തിൽപ്പെടുത്തിയിട്ട് മാനഹാനിപ്പെടുത്തിയിട്ട് 3 സ്ത്രീ വിഷയങ്ങളാണ് ഇപ്പം വന്നിരിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ തന്നെ ഈ സ്ത്രീയുടെ പരാതി ഇമെയിൽ സന്ദേശം വഴി ലഭിക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ രാഖി രാമായണം രാഹുൽ മാങ്കൂട്ടത്തെ ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതെന്താണ് നമ്മൾ ഈ കേൾക്കുന്നത്? കാരണം നമ്മൾ ഈ വാർത്തകൾ കേട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് തന്നെ നമ്മുടെ സ്വന്തം മനസ്സിൽ തന്നെ നമുക്കൊരു പൂർണ്ണ ബോധ്യം ഉണ്ടാക്കിയത് ഇത് സമൂഹ മനസാക്ഷിക്ക് യോജിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാർത്തകളാണ് 1 by 1 ആയിട്ട് ഓരോ ദിവസവും അനുദിനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാകും. കാരണം ചാനൽ തുറന്നു കഴിഞ്ഞാൽ പീഡനത്തിൻ്റെ കാര്യങ്ങൾ പറയാൻ മാത്രമേ ചാനലുകാർക്ക് നേരമുള്ളൂ, വേറെ ഒരു കാര്യങ്ങളും പറയാനില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ നമ്മുടെ ഈ ചാനലിൽ കൂടെ പറഞ്ഞിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് പോക്സോയിൽ പെടുത്തിയിട്ട് അടുത്ത കേസ് വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഇന്ന് തന്നെ ഒരു ചാനലിൽ നിന്ന് കേട്ടു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് പോക്സോയിലും കേസോ ഉണ്ട് എന്നൊരു വാർത്ത കേട്ടു. സത്യസന്ധവും നീതിപൂർവമായിട്ട്
ലക്ഷ്യമായിട്ടാണോ നമ്മുടെ ഈ പോലീസ് നിലകൊള്ളുന്നത്? ഈ മനുഷ്യനെ തച്ചടയ്ക്കുക, തകർക്കുക എന്ന വ്യക്തമായ ഉദ്ദേശം രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കാനായിട്ട് ഒരു രീതിയിൽ ഇവർ അനുവദിക്കില്ല എന്നുള്ള വ്യക്തമായ ഒരു ധാരണകൾ നമ്മൾ ഈ വാർത്തകൾ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും. ഇങ്ങനെ ഒരു വ്യക്തി നിന്ന് കഴിഞ്ഞാൽ പാട്ടും പാടി പാലക്കാട്ട് മത്സരിച്ച് ജയിക്കും, ഉന്നത വിജയം നേടുമെന്ന് ഇവർക്ക് വ്യക്തമായിട്ട് ബോധ്യമുള്ള കാരണം, ഇവര് രാഹുൽ മാങ്കൂട്ടത്തെ പേടിക്കുന്ന കാരണമാണ് മുൻകൂർ ജാമ്യം എന്ന രീതിയിൽ 2.5 മാസം കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഇലക്ഷൻ വരുന്നത്. പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് അകത്താക്കി ഒരു രീതിയിൽ മത്സരിപ്പിക്കാനായിട്ട് ഇവർ അനുവദിക്കത്തില്ല. ജനങ്ങളെ, പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുക, ഒരു വ്യക്തി എങ്ങനെ സമൂഹത്തിൽ എല്ലാവർക്കും ഗർഭം ഉണ്ടാക്കി കൊടുക്കുക, സ്ത്രീകൾക്ക് ഗർഭം ഉണ്ടാക്കി കൊടുക്കുക എന്ന ചിന്താഗതിയുമായിട്ട് ഇതുപോലെ തന്നെ എല്ലാ സ്ത്രീകളുടെ അടുത്ത് സമീപിക്കുക, അവർക്ക് ഗർഭം ഉണ്ടാക്കുക, എന്നിട്ട് ആ ഗർഭം അരസിക്കാനായിട്ട് ഫോൺ വഴി ടാൽക്ക് ചെയ്യുക, ബാർഗൈനിങ്ങിൽ ഏർപ്പെടുക, അവരുടെ പണം അടിച്ചു മാറ്റുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായ രീതിയിലുള്ള വാർത്തകൾ ചാനലിൽ കൂടെ കൊടുക്കുമ്പോൾ ആ വാർത്തകൾ നമ്മൾ കേട്ട് കഴിയുമ്പോൾ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും ഇത് കിംവദന്തി തന്നെയാണ്. നമുക്കൊരു വാർത്തകളിലേക്ക് പോകാം. വാർത്തകളുടെ ചെറിയൊരു സാരാംശം നിങ്ങളെ കാണിച്ചു തരാം. കാരണം ഈ നാടിൻ്റെ അവസ്ഥ എത്രമാത്രം ദയനീയമാണ്. ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിൽ തങ്ങുന്നുണ്ട്, എല്ലാ ആൾക്കാരും നാട് വിട്ടു പോവുക. ഈ കേരളം വാസയോഗ്യമല്ല എന്ന് വ്യക്തമായിട്ട് ഒരു പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കുന്ന കാരണം 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ +2 ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നാട് വിട്ടു പോവുകയാണ്. കാരണം ഇവിടെ രാഷ്ട്രീയ കോമരങ്ങൾ കിടന്ന് കൂത്താടുകയാണ്. ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം, നടന്നത് ക്രൂരമായ ലൈംഗികാക്രമണമാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുഖത്തടിക്കുകയും തുപ്പുകയും ചെയ്തു എന്നുള്ളൊരു വിവരം വരുന്നു. ക്രൂരമായ മർദ്ദനമേറ്റു, ദേഹത്ത് പലയിടത്തും. നിങ്ങളുടെ ഈ വാക്കുകൾ കേൾക്കും തന്നെ എത്ര നീചമായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിത്വം തന്നെയാണ് നിങ്ങൾ വിളിച്ചു പറയുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇത് കേൾക്കുന്ന അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് ആർക്കും മനസ്സിലാവും. ബാക്കിയുള്ള അതിജീവിത SITയോട് വീഡിയോ കോൺഫറൻസിൽ അറിയിച്ചിരിക്കുന്നു. കുടുംബത്തെ ഇല്ലാതാക്കുമെന്ന് രാഹുൽ പറഞ്ഞു. സഹോദരിയെയും അച്ഛനെയും അമ്മയെയും അപായപ്പെടുത്തുമെന്നും ഭീഷണി മുഴക്കി. സംഭവം നടന്നത് 2024. മുട്ട നിങ്ങളുടെ മാനിപ്പുലേഷൻ ആണെന്ന് വ്യക്തമായിട്ട് ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനോട് പകയുണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തിപരമായിട്ട് തന്നെ നേരിട്ട് പറയുക, മുഖാമുഖം നോക്കി പറയുക. നിങ്ങളൊരു ചാനൽ വന്നിട്ട് ചുമ്മാ കൊട്ടി കോഷിട്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങളുടെ ഓരോ സംസാരത്തിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഈ മനുഷ്യനെ വ്യക്തിഹത്യ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിന്റെ പുറത്ത് തന്നെയാണ് നിങ്ങൾ ഈ വാർത്ത ഇടുന്നതെന്ന് ഞങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം, നടന്നത് ക്രൂരമായ ലൈംഗികാക്രമണമാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുട്ടെ നിങ്ങളുടെ സ്വഭാവമാണ് ക്രൂരമായിട്ട് ലൈംഗികാക്രമണം ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ സ്വഭാവം തന്നെ. കാരണം ഞാൻ അറിഞ്ഞത് നിങ്ങളുടെ പേർക്ക് ഒരു പോക്സോയിൽ നിങ്ങൾ കോടതി കയറി ഇറങ്ങി നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സ്വഭാവം തന്നെയാണ് നിങ്ങൾ വിളിച്ചു പറയുന്നത്. നിങ്ങൾ ലൈംഗിക ആക്രമണം ചെയ്യുമ്പോൾ നിങ്ങൾ തുപ്പും അതുപോലെ മാന്തുവും പിച്ചും ഒക്കെ നിങ്ങൾ ചെയ്യും. പക്ഷേ രാഹുൽ മാങ്കൂട്ടം ചെയ്യുന്ന കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കത്തില്ല. മുഖത്തടിക്കുകയും തുപ്പുകയും ചെയ്തു എന്നുള്ളൊരു വിവരം വരുന്നു. ക്രൂരമായ മർദ്ദനമേറ്റു, ദേഹത്ത് പലയിടത്തും മുറിവുണ്ടാക്കിയെന്നും അതിജീവിത SITയോട് വീഡിയോ കോൺഫറൻസിൽ അറിയിച്ചു. അതെ, നിങ്ങളാണ് ഈ ക്രൂരമായ പരിപാടി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളാണ് ഇതുപോലെ തന്നെ ദേഹത്ത് മുറിവേൽപ്പിച്ചിട്ടായിരിക്കും നിങ്ങൾ ഈ പരിപാടി ചെയ്യുന്നത്. അല്ലാതെ വേറെയുള്ള സാമാന്യബോധമുള്ള ആൾക്കാരും ചെയ്യത്തില്ല. നിങ്ങൾക്ക് പറ്റിയ പരിപാടി ഇത് തന്നെയാണ്. നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ഈ ചാനൽ വഴി നിങ്ങൾ വിളിച്ചു പോകുന്നത്. കുടുംബത്തെ ഇല്ലാതാക്കുമെന്ന് രാഹുൽ പറഞ്ഞു. സഹോദരിയെയും അച്ഛനെയും അമ്മയെയും അപായപ്പെടുത്തുമെന്നും ഭീഷണി മുഴക്കി. സംഭവം നടന്നത് 2024 ഏപ്രിൽ മാസത്തിലാണ്. 2024 ഏപ്രിൽ മാസത്തിൽ ബന്ധം വേർപെട്ടു പോകാതിരിക്കാൻ ഒരു കുഞ്ഞ് വേണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഗർഭിണിയായി എന്ന വിവരം. ഈ നമ്പർ നേരത്തെ മുതൽ ചാനലിൽ കൂടെ ഉള്ളതാണ്. അതായത് ഈ നമ്പർ നേരത്തെ മുതൽ ഈ റിപ്പോർട്ടർ ചാനൽ വിളിച്ചു പോകുന്നതാണ്. ഒരു കുഞ്ഞ് വേണം, എനിക്ക് നിന്നെ ബലാത്സംഗം ചെയ്യണം, ഒരു കുഞ്ഞ് വേണം, ഒരു കുഞ്ഞിക്കാല് കാണണമെന്ന് ആഗ്രഹം. കാരണം ഇവന്റെ തന്നെ ഈ മൊട്ടായ അരുണിന്റെ തന്നെ ആഗ്രഹങ്ങൾ പുള്ളി ചാനലിൽ കൂടെ വിളിച്ചു പറയുന്നതാണ്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കുക. അറിയിച്ചതോടെ തന്നെ പുച്ഛിച്ചു, മറ്റാരുടെയെങ്കിലും ഗർഭമാകുമെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു. അതല്ലെന്ന് തെളിയിക്കാൻ DNA പരിശോധന നടത്തി. DNA സാമ്പിൾ എടുക്കാൻ മെഡിക്കൽ ഏജൻസി സമീപിച്ചപ്പോൾ രാഹുൽ സാമ്പിൾ നൽകാൻ തയ്യാറായില്ലെന്നും അതിജീവിത. രഹസ്യമൊഴിയെടുക്കാൻ നീക്കവും നടത്തിയ SIT മജിസ്ട്രേറ്റ് കോടതിയിൽ 2 ദിവസം മുൻപ് അപേക്ഷയും നൽകി. ഹരിമോഹനുണ്ട്. വളരെ നിർണായകമായ, വളരെ പ്രധാനപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഗുരുതരമായ ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹരി, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഒന്നാമത്തെ എന്റെ മൊട്ടാരണ നിങ്ങൾ ഞെട്ടി, പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഞെട്ടിയിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെയും അതിജീവിതമാർ പറഞ്ഞതിന് സമാനമാണെങ്കിലും അതിലും ക്രൂരവും ഗൗരവമേറിയതുമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 3ാമത്തെ അതിജീവിതം നൽകിയിരിക്കുന്ന മൊഴിയല്ലേ.
തീർച്ചയായിട്ടും അരുൺ, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ലൈംഗിക വൈകൃതം വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള ആ ക്രൂരത വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള മൊഴിയാണ്, പരാതിയാണ് അതിജീവിതയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഏറ്റവും മൃഗീയമായ രീതിയിൽ അതിക്രൂരമായ രീതിയിലുള്ള ആക്രമണമാണ് അതിജീവിത നേരിട്ടത് എന്നുള്ളതാണ് പരാതിയിൽ നിന്ന്, മൊഴിയിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് മുഖത്തടിക്കുകയും തുപ്പുകയും ചെയ്യുന്ന നിലയിലേക്ക് വരെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. നമുക്ക് വേറെ ഒരു ചാനലിലേക്ക് പോവാം. തീർച്ചയായിട്ടും രജനി, ആ ദൃശ്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി വൈകി എത്തുന്ന പ്രേക്ഷകരിലേക്ക് നൽകണം. അർദ്ധരാത്രി പാലക്കാട്ടെ ഹോട്ടൽ മുറിയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിലിനെ 11 മണിയോടെ പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ആദ്യ 2 ബലാത്സംഗ പരാതികളിൽ കോടതി അറസ്റ്റ് തടഞ്ഞിരിക്കുന്ന രാഹുലിനെ മൂന്നാമത് കിട്ടിയ പുതിയൊരു പരാതിയിലാണ് അറസ്റ്റ് ചെയ്തത്. രാത്രി തന്നെ പാലക്കാട്ട് നിന്ന് ചാനലുകാരെല്ലാം നന്നായിട്ട് ആഘോഷിക്കുകയാണ്. ഒരു കൊയ്ത്തും മെതിയുടെ ലക്ഷണങ്ങളാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാർത്ത വന്നു കഴിഞ്ഞാൽ നല്ല റീച്ച് കിട്ടുന്ന ഇവർക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യമായ കാരണം നല്ല രീതിയിലുള്ള വാർത്തകൾ ഇവർ മത്സരിച്ചാണ് ചെയ്യുന്നത്. എന്തെല്ലാം പോയിന്റുകൾ കുത്തി നിറയ്ക്കാൻ പറ്റും ആ വാർത്തകളെല്ലാം കുത്തി നിറച്ചുകൊണ്ട് തന്നെയാണ് ഇവർ ചെയ്യുന്നത്. കാരണം മാക്സിമം ബൂസ്റ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമല്ല പ്രേക്ഷകർ കാണുകയും അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പൊ എല്ലാത്തിനും ഒരു തരിപ്പ് വേണ്ടേ? റോഡ് മാർഗം പത്തനംതിട്ട എയർ ക്യാമ്പിൽ എത്തിച്ച് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അർദ്ധരാത്രി രാഹുൽ താമസിച്ചിരുന്ന പാലക്കാട്ടെ KPM ഹോട്ടലിൽ നിന്ന് 8-അംഗ പോലീസ് സംഘം നാടകീയമായി പിടികൂടുകയായിരുന്നു. അതിന്റെ പൂർണ്ണമായ CCTV ദൃശ്യങ്ങളാണ്. പക്ഷെ ട്യൂണൊക്കെ ഇട്ടിട്ടുണ്ട്. ട്യൂൺ അടിപൊളി ട്യൂൺ കേട്ടോ, സെറ്റാണ്, തകർക്കുവാണ് അവര്. അടുത്ത BGM നല്ല BGM ആണ്. ദേ കാണുന്നു, മഞ്ഞ ഷർട്ടിട്ട ആളാണ് രാഹുൽ മാങ്കൂട്ടം. അങ്ങനെ തന്നെയാണ് ഇവർ പറയാൻ പോകുന്നത്. BGM വാർത്ത നീട്ടിക്കൊണ്ട് പോവാണ്. ദേവന്നു ദയ്യോ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു. പോകുന്നു. ഭയങ്കര BGM നിർത്തുന്നില്ല. ആ പറ. അപ്പോ അല്പസമയത്തിനകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കും. അതെയോ? കൊല്ലല്ലോ. കൃഷ്ണമോഹൻ പത്തനംതിട്ടയിൽ നിന്ന് ജീവനോടെ ഹാജരാക്കണം കേട്ടോ. തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, രാഹുലിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് എന്ത് കിട്ടി തുടങ്ങിയാണ്. പാലക്കാട് നിന്ന് തുടരും. ആദ്യം കൃഷ്ണമോഹനിലേക്കാണ്. കൃഷ്ണമോഹൻ, ചോദ്യം ചെയ്യൽ തുടരുകയാണ്. 5 മണിക്ക് എത്തി. അതിനുശേഷം പൂങ്കുഴലി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നയിക്കുന്ന തലപ്പത്തുള്ള പൂങ്കുഴലി എത്തിയതിനു ശേഷം വിശദമായ ചോദ്യം പ്രിയരെ, ഇതെല്ലാം കൃത്യമായിട്ട് അജണ്ടയോട് കൂടി ഈ വ്യക്തിഹത്യ ചെയ്യുക, ഈ പുള്ളിനെ നിയമസഭയെ മത്സരിക്കാനായിട്ട് ഒരു രീതിയിൽ അനുവദിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പുതിയ തന്ത്രപ്പാടുമായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. ഇത് കൃത്യമായിട്ട് രാഷ്ട്രീയ അജണ്ടയാണ്. ഇതിന്റെ പുറകിൽ കളിക്കുന്ന ഒരു രാജാവാണ്. ആ രാജാവ് ആരാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. സൈലന്റ് ആയിട്ട് പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാതിരിക്കുന്ന രാജാവാണ്. ആ രാജാവിന്റെ കാര്യങ്ങളുമായിട്ട് വീണ്ടും നമ്മൾ നിങ്ങളുടെ മുമ്പിൽ വരും. വീണ്ടും നമ്മൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം സംസാരിക്കേണ്ട അനിവാര്യമാണെന്ന് വ്യക്തമായിട്ട് ബോധ്യമായ കാരണം ഇനിയും ഇതുപോലുള്ള വാർത്തകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. എല്ലാവർക്കും ശുഭദിനം.